ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ പ്രൊഫസറും നന്ദിനിയമ്മയാണെങ്കിൽ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുകയാണ്. അതേസമയം വേണിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നു. അത് കണ്ടിട്ട് പ്രൊഫസർ നന്ദിനിയമ്മയോട് ചോദിക്കുന്നുണ്ട്, വേണിക്ക് എന്തു പറ്റി, ആദർശിനോട് വഴക്ക് വല്ലതും ഉണ്ടാക്കിയോ എന്നൊക്കെ. നന്ദിനിയമ്മ എപ്പോൾ പറയണം അങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ. അതിനുശേഷമാണെങ്കിൽ ആദർശ് ജോലിക്ക് പോകാൻ വേണ്ടി വെളിയിലേക്ക് വരുന്നു. വേണിയാണെങ്കിൽ ആദർശിനോട് പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് പൈസ വേണം, അല്ലെങ്കിൽ ATM കാർഡ് താ, ആദർശേട്ടൻ എനിക്ക് തരണം, അല്ലെങ്കിൽ ഞാൻ അച്ഛനോട് ചോദിക്കേണ്ടി വരും. എപ്പോഴും ഭാര്യ ഭർത്താവിനോടല്ലേ ചോദിക്കേണ്ടതെന്നൊക്കെ പറയുന്നു. ആ സമയത്ത് നന്ദിനി അമ്മയാണെങ്കിൽ ആദർശനോട് പറയുന്നുണ്ട് വേണി ചോദിക്കുന്നത് കൊടുക്കാനെന്നൊക്കെ. ആദർശാണെങ്കിൽ എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വേണി പക്ഷെ സർപ്രൈസ് ആണെന്നൊക്കെ പറയുന്നു. ആദർശാണെങ്കിൽ ATM കാർഡ് കൊടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഗൗരിയാണെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ശങ്കറിനെ രാവിലെ എഴുന്നേൽപ്പിക്കുകയാണ്. സമയമായി എഴുന്നേക്കാനെന്നൊക്കെ പറയുന്നു. മരുന്ന് കഴിക്കണം, ആഹാരമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, ചൂടുവെള്ളമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, ചൂടുവെള്ളത്തിൽ പോയി കുളിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ശങ്കറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ശങ്കർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇന്നലെ ഞാൻ ഇവളോട് പെരുമാറിയതൊക്കെ ഇവൾ മറന്നുപോയോ, അതോ ഇവള് സ്നേഹം അഭിനയിക്കുന്നതാണോ, ഇവൾക്കതൊന്നും ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ ഓർക്കുന്നു. അതേസമയം ചാരങ്ങാട്ട് വീട്ടിലേക്കാണെങ്കിൽ അജിത്ത് വരുന്നുണ്ട്. അജിത്ത് കയറി വരുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ശേഖറിനാണെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല. ശേഖർ അജിത്തിനോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, നിന്റെ സ്വന്തം വീട് പോലെയാണല്ലോ നീ വരുന്നത്, നിന്റെ സ്വന്തം വീട് പോലെ കരുതിയാണല്ലോ നീ കയറി വരുന്നത്, എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, നീയാണ് ശങ്കറിനെയൊക്കെ വഷളാക്കുന്നതെന്നൊക്കെ പറയുന്നു. ആ സമയത്താണെങ്കിൽ ശങ്കർ അജിത്തിനെ കാണുന്നുണ്ട്. ഓടി ശങ്കർ ആണെങ്കിൽ അയിത്തേന്നും പറഞ്ഞു വരുന്നുണ്ട്. സമയത്ത് അജിത്തുമാണെങ്കിൽ ശങ്കറിനെ പോയി കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴേക്കും ശേഖർ അവിടെ നിന്നും പോകുന്നുണ്ട്. ആ സമയത്ത് ഗൗരിയും ആരതിയും അവിടേക്ക് വരുന്നുണ്ട്. രണ്ടുപേരും അജിത്തിനോട് സംസാരിക്കുന്നുണ്ട്. ആരതി ആണെങ്കിൽ ചായ എടുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അടുക്കളയിൽ പോകുന്നുണ്ട്. അജിത്താണെങ്കിൽ ശങ്കറിനോട് പറയുന്നുണ്ട്, ഞാൻ ഹോസ്പിറ്റലിൽ പോയായിരുന്നു ശങ്കർ ഭായിയെ കാണാൻ, അപ്പോഴാണ് ഡിസ്ചാർജ് ആയ കാര്യം അറിഞ്ഞത്. പിന്നെ നേഴ്സ് ആണെങ്കിൽ ഏട്ടത്തിയെ കുറിച്ച് പറഞ്ഞു, ഏട്ടത്തിയാണ് ശങ്കർ ഭായിയുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ കാരണമെന്നും വലിയ അത്ഭുതമായെന്നൊക്കെ പറഞ്ഞെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ ശങ്കർ ആണെങ്കിൽ ഒന്നും പറയുന്നില്ല. പിന്നീട് ആദർശ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. വേണി അന്വേഷിക്കുന്നുണ്ട്. മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട്, അവള് ഷോപ്പിംഗ് ഒക്കെ പോയിട്ട് എന്തോ വാങ്ങിയിട്ടുണ്ട്, നിനക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു, റൂമിലുണ്ട്, റൂമിൽ വരെ ചെല്ലാനെന്ന് പറയുന്നു. ആദർശ് റൂമിനകത്തേക്ക് കയറുമ്പോൾ റൂമിനകത്ത് മൊത്തം പല നിറത്തിലുള്ള വെളിച്ചം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. ആദർശാണെങ്കിൽ അതിശയത്തോടെ നോക്കുകയാണ് എന്താണ് സംഭവം എന്നൊക്കെ. അപ്പോഴേക്കാണെങ്കിൽ വേണിയാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. വേണിയാണെങ്കിൽ ഒരു ചെറിയ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നു. അത് കണ്ടിട്ടാണെങ്കിൽ ആദർശ് അതിശയത്തോടെ വീണ്ടും നോക്കുകയാണ്. പെട്ടെന്ന് ആദർശ് ലൈറ്റ് ഇടുന്നു. വേണിയെ കാണുമ്പോൾ ചോദിക്കുകയാണ്, എന്താണ് ഈ വേഷത്തിലെന്നൊക്കെ. വേണി അപ്പോൾ പറയണം, ഇതുപോലെ ഡ്രസ്സ് ഇട്ട് നടക്കുന്ന മോഡേൺ പെണ്ണുങ്ങളെയല്ലേ നിങ്ങൾക്ക് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അങ്ങനെ ആയെന്നൊക്കെ പറയുന്നു. അതിനുശേഷം വേണിയാണെങ്കിൽ മോഡേൺ ഗേൾസ് നടക്കുന്നത് പോലെ നടക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഹീൽ ചെരുപ്പിട്ടിട്ട്. പെട്ടെന്നാണെങ്കിൽ വേണി താഴേക്ക് വീഴുന്നു. അത് കണ്ടിട്ടാണെങ്കിൽ ആദർശ് ചിരിക്കുകയാണ്. ആദർശ് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അവരവന് ചേരുന്ന ഡ്രസ്സൊക്കെ ഇട്ടാൽ പോരെ എന്നൊക്കെ പറയുന്നു. വേണി അപ്പോൾ പറയണം, എന്റെ ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാമെന്നൊക്കെ പറയുന്നു. ആദർശാണെങ്കിൽ വീണ്ടും ചിരിക്കുകയാണ്. ആദർശ് വീണ്ടും ചിരിക്കുന്നത് കണ്ടിട്ട് വേണിക്ക് ഇഷ്ടപ്പെടുന്നില്ല. വേണി അതേ വേഷത്തിലാണെങ്കിൽ താഴേക്ക് ചെല്ലുകയാണ്. താഴേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശിയും പ്രൊഫസറുമാണുള്ളത്. അവർ രണ്ടുപേരും വേണിയെ കണ്ടിട്ട് നോക്കാൻ പറ്റാത്തതുപോലെയൊക്കെ തിരിഞ്ഞു നിൽക്കുകയാണ്. പ്രൊഫസർ ആണെങ്കിൽ നന്ദിനി അമ്മയെ വിളിക്കുന്നുണ്ട്. നന്ദിനി അമ്മയെ അത് കണ്ടിട്ടാണെങ്കിൽ അതിശയത്തോടെ മാറി നിൽക്കുകയാണ്. നന്ദിനിയമ്മയാണെങ്കിൽ വേണിയോട് പറയുന്നുണ്ട് റൂമിലേക്ക് പൊക്കോളാനെന്ന്. പക്ഷെ വേണി കേൾക്കുന്നില്ല. വേണി എപ്പോൾ ആദർശിനെ കുറിച്ച് പറയാണ്, ആദർശേട്ടനാണെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്ന പെണ്ണുങ്ങളെയാണ് ഇഷ്ടം, ലാപ്ടോപ്പിലും അതുപോലെ ബുക്കിലും ഒക്കെ ഇതുപോലത്തെ പെണ്ണുങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത്, പക്ഷെ ഞാൻ ഇങ്ങനെ ഇട്ടപ്പോൾ എന്നെ കളിയാക്കുകയാണെന്നൊക്കെ പറയുന്നു. ഈ ഡ്രസ്സിന് എന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ആദർശ് അവിടേക്ക് വരുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, നിങ്ങൾ ആരും ടെൻഷൻ ആകണ്ട, ഇത് ഞാൻ പരിഹരിച്ചോളാം, വേണി എൻ്റെ കൂടെ വാന്നൊക്കെ പറഞ്ഞിട്ട് വേണിയെ വിളിച്ചുകൊണ്ട് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഗൗരിയും ആരതിയുമാണ്. ഗൗരിയാണെങ്കിൽ മുത്തശ്ശിക്ക് മരുന്നൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ആരതി ഗൗരിയോട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിയുടെ ആംഗ്യ ഭാഷ എങ്ങനെ ചേച്ചിക്ക് മനസ്സിലാകുന്നു എന്നൊക്കെ. മനസ്സുകൊണ്ട് സംസാരിച്ചാൽ മതി, അപ്പൊ എല്ലാം മനസ്സിലാകുമെന്നൊക്കെ ഗൗരി പറയുന്നു. ആരതി അപ്പോൾ പറയണം, ഇന്നാണെങ്കിൽ ശങ്കരേട്ടന്റെ അച്ഛനും അമ്മയും വരുമല്ലോ, അതുകൊണ്ട് നാളെ തന്നെ ഞാൻ തിരുവനന്തപുരത്ത് പൊക്കോട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് ശേഖർ അത് കേൾക്കുന്നുണ്ടായിരുന്നു. ശേഖർ അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇന്നൊരു രാത്രി കൂടിയേ എനിക്ക് ആരതിയെ കിട്ടത്തുള്ളൂവല്ലോ എന്ന്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്